Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള പോലീസ് ടു സെൽ. സെൽ എന്നാൽ വിൽക്കുക. കേരള പോലീസ് വിൽപ്പന നടത്തും. സ്ക്രാപ്പ് വെഹിക്കിൾസ്. സ്ക്രാപ്പ് എന്നാൽ ഇവിടെ ഉപയോഗ്യശൂന്യമായ എന്നുള്ള അർത്ഥമാണ്. എറിഞ്ഞു കളഞ്ഞ ഇതൊക്കെയാണ് അർത്ഥം. വെഹിക്കിൾസ് വാഹനങ്ങൾ, ഉപയോഗശൂന്യമായിട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ കേരള പോലീസ് വിൽപ്പന നടത്തും. ടു ജനറേറ്റ്. ജനറേറ്റ് എന്നാൽ ഉണ്ടാക്കുക. ടു ജനറേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, മണി പണം ഉണ്ടാക്കാൻ വേണ്ടി. അമിഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. അമിഡ് എന്നാൽ ഇവിടെ ഇടയിൽ എന്നുള്ള അർത്ഥമാണ്. അതിനിടയിൽ, എന്തിനിടയിൽ? ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഫൈനാൻഷ്യൽ എന്നാൽ ധനപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള. ക്രൈസിസ് എന്നാൽ പ്രതിസന്ധി. അതിനിടയിൽ എന്താണ്? അതിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് സ്ക്രാപ്പ് വെഹിക്കിൾസ്, ഉപയോഗശൂന്യമായിട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ വിൽപ്പന നടത്തും. ഇതാണ് ഹെഡിങ്. തിരുവനന്തപുരം. ദ പോലീസ് പ്ലാൻ. പോലീസ് പദ്ധതി ഉണ്ടാക്കി, അല്ലെങ്കിൽ പദ്ധതി ഉണ്ട്. ടു ജനറേറ്റ് റവന്യൂ. എന്താണ്? വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ട്. എന്തിന്? ബൈ സെല്ലിംഗ് യൂസ്ലെസ് വെഹിക്കിൾസ്. ഉപയോഗശൂന്യമായിട്ടുള്ള, യൂസ്ലെസ് എന്നാൽ ഉപയോഗശൂന്യമായിട്ടുള്ള എന്താണ്? വാഹനങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ട് പണം ഉണ്ടാക്കാനുള്ള പദ്ധതി പോലീസിന് ഉണ്ട്. ആ പദ്ധതിയിലാണ്. ദ കേരള ഹോം ഡിപ്പാർട്ട്മെൻറ്റ്. കേരള ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഇൻസ്ട്രക്റ്റഡ്. നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇൻസ്ട്രക്റ്റ് എന്നാൽ നിർദ്ദേശിക്കുക, അറിയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ്? ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തിനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ടു അപ്പോയിൻറ്റ് ഒഫീഷ്യൽസ്. അപ്പോയിൻ്റ് എന്നാൽ എന്താണ്? നിയമിക്കുക. ടു അപ്പോയിൻറ്റ് ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? കേരള ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തിനാണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്? ടു അസസ്. അസസ് എന്നാൽ ഇവിടെ തിട്ടപ്പെടുത്തുക, കണക്കാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദ വാല്യൂ ഓഫ് ദി സ്ക്രാപ്പ് വെഹിക്കിൾസ്. ഈ ഉപയോഗശൂന്യമായിട്ടുള്ള വാഹനങ്ങളുടെ വാല്യൂ എന്നാൽ വില തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ കേരള ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓവർ ദ പാസ്റ്റ് 6 months. കഴിഞ്ഞ 6 മാസങ്ങളോളമായിട്ട് 1000 പോലീസ് വെഹിക്കിൾസ്, ആയിരക്കണക്കിന് പോലീസ് വാഹനങ്ങൾ ഹാവ് ബീൻ ഡീംഡ് യൂസ്ലെസ്. ഡീം എന്നാൽ ഇവിടെ വിശ്വസിക്കുക, കരുതുക, വിധിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ്? ആയിരക്കണക്കിന് പോലീസ് വാഹനങ്ങൾ ഉപയോഗശൂന്യമായിട്ടുള്ളതായിട്ട് കരുതപ്പെടുന്നുണ്ട്, അങ്ങനെ വിധിക്കപ്പെട്ടിട്ടുണ്ട്. കോൺസിക്വൻ്റ്ലി തൽഫലമായി, അനന്തരഫലമായി. ദ സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ്. സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ് എന്താണ്? പോലീസ് ഫോഴ്സ് ഈസ് സ്ട്രഗ്ലിംഗ്. സ്ട്രഗ്ലിംഗ് എന്നാൽ ബുദ്ധിമുട്ടുക എന്നുള്ള അർത്ഥമാണ്. ബുദ്ധിമുട്ടുന്നു, കഷ്ടപ്പെടുന്നു. ടു സെക്യൂർ സഫിഷ്യൻറ്റ് ഫണ്ട്സ് ഫോർ ഫ്യൂവൽ. സഫിഷ്യൻറ്റ് എന്നാൽ മതിയായ എന്നുള്ള അർത്ഥമാണ്. മതിയായ. ഫ്യൂവൽ എന്നാൽ ഇന്ധനം. ഇന്ധനത്തിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതിനുള്ള പണത്തിന് വേണ്ടിയിട്ട് പോലീസ് ബുദ്ധിമുട്ടുന്നു. ഒഫീഷ്യൽസ് ട്രാവലിംഗ് ടു അതർ സ്റ്റേറ്റ്സ്. ഉദ്യോഗസ്ഥർ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ഫോർ ഇൻവെസ്റ്റിഗേഷൻസ്, അന്വേഷണങ്ങൾക്ക് വേണ്ടി. നൗ ഇപ്പോൾ എന്താണ്? ഹാവ് ടു കവർ എക്സ്പെൻസസ്. ചിലവുകൾ വഹിക്കേണ്ടതുണ്ട്. എങ്ങനെ? ഫ്രം ദെയർ ഓൺ പോക്കറ്റ്സ്. അവരുടെ സ്വന്തം പണം, അവരുടെ സ്വന്തം കീശയിൽ നിന്നും പണം അവർക്ക് ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. എന്തിന്? മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണങ്ങൾക്ക് എന്താണ്? യാത്ര ചെയ്യാൻ വേണ്ടി. ഡ്യൂ ടു എന്നാൽ കാരണത്താൽ എന്നുള്ള അർത്ഥമാണ്. എന്ത് കാരണത്താൽ? സിവിയർ ഫൈനാൻഷ്യൽ ക്രൈസിസ്. സിവിയർ എന്നാൽ വളരെ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം. അത് കാരണം എന്താണ്? അവർക്ക് അവരുടെ പോക്കറ്റിൽ നിന്ന് പണം ചിലവഴിക്കേണ്ടതുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അഫക്റ്റിംഗ് കേസ് ഇൻവെസ്റ്റിഗേഷൻസ്. അഫക്റ്റ് എന്നാൽ ബാധിക്കുക. കേസ് ഇൻവെസ്റ്റിഗേഷൻസ്, കേസ് അന്വേഷണങ്ങളെ എന്താണ്? ഇത് ബാധിക്കുന്നുണ്ട്. ഈ സിവിയർ ഫൈനാൻഷ്യൽ ക്രൈസിസ്, രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. ടു ഇൻക്രീസ് ഇൻകം. ഇൻകം എന്നാൽ വരുമാനം. ടു ഇൻക്രീസ് എന്നാൽ വർദ്ധിപ്പിക്കുക, വരുമാനം വർദ്ധിപ്പിക്കാൻ. ദ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP ഹാസ് റെക്കമെൻഡഡ്. എന്താണ്? നിർദ്ദേശിച്ചിട്ടുണ്ട്.
റെക്കമെൻഡ് എന്നാൽ നിർദ്ദേശിക്കുക. ഹാസ് റെക്കമെൻഡഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദാറ്റ് ദ ഗവൺമെൻറ് സെൽ ഗവൺമെൻറ് വിൽപ്പന നടത്തണം, വിൽക്കണം. ഓൾ എല്ലാ അന്യൂസ്ഡ് എന്നാൽ ഉപയോഗിക്കാത്ത എന്നുള്ള അർത്ഥമാണ്. ഉപയോഗിക്കാതെ കിടക്കുന്ന. ഓൾ അന്യൂസ്ഡ് പോലീസ് വെഹിക്കിൾസ് എല്ലാ ഉപയോഗശൂന്യമായിട്ടുള്ള പോലീസ് വാഹനങ്ങളും എന്താണ് ഗവൺമെൻറ് വിൽപ്പന നടത്തണം. ആൻഡ് വെഹിക്കിൾസ് സീസ്ഡ് ഇൻ കേസസ് അതുപോലെ സീസ്ഡ് എന്നാൽ പിടിച്ചെടുത്ത എന്താണ് കേസുകളിൽ പിടിച്ചെടുക്കപ്പെട്ട വാഹനങ്ങളും അതുപോലെ ഉപയോഗശൂന്യമായിട്ടുള്ള പോലീസ് വാഹനങ്ങളും ഗവൺമെൻറ് എന്താണ് വിൽപ്പന നടത്തണമെന്ന് DGP നിർദ്ദേശിച്ചിട്ടുണ്ട്. ദ റെക്കമെൻഡേഷൻ സ്റ്റേറ്റ്സ് റെക്കമെൻഡേഷൻ എന്നാൽ ശുപാർശ നിർദ്ദേശം എന്താണ് സ്റ്റേറ്റ്സ് പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞു എന്താണ് ദാറ്റ് ദർ ഈസ് നോ ലീഗൽ ഇംപെഡിമെൻറ്റ് ലീഗൽ എന്നാൽ നിയമപരമായിട്ടുള്ള ഇംപെഡിമെൻറ്റ് എന്നാൽ തടസ്സം എന്നുള്ള അർത്ഥം പ്രതിബന്ധം. ദർ ഈസ് നോ ഇല്ല ലീഗൽ ഇംപെഡിമെൻറ്റ് നിയമപരമായിട്ടുള്ള തടസ്സമില്ല. എന്തിന് തടസ്സമില്ല? ടു ഓപ്ഷനിങ് ഓപ്ഷൻ എന്നാൽ ലേലവിൽപ്പന എന്നുള്ള അർത്ഥമാണ്. ലേലം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഓപ്ഷനിങ് വെഹിക്കിൾസ് വാഹനങ്ങൾ എന്താണ് ലേലം ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഇല്ല. ദാറ്റ് ഡു നോട്ട് റിക്വയർ എന്നാൽ ആവശ്യമാവുക. ഡു നോട്ട് റിക്വയർ ആവശ്യമില്ല. കോർട്ട് പ്രൊസീഡിംഗ് എന്നാൽ നടപടി എന്നുള്ള അർത്ഥമാണ്. കോർട്ട് പ്രൊസീഡിങ്സ് എന്താണ് കോടതി നടപടികളുടെ ആവശ്യമില്ല. ആൻഡ് ഡൂയിങ് സോ എന്താണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഡ് ജനറേറ്റ് ക്രോർസ് ഇൻ റവന്യൂ അതായത് വാഹനങ്ങൾ എന്താണ് ഈ പഴകിയ ഉപയോഗശൂന്യമായിട്ടുള്ള പോലീസ് വാഹനങ്ങളും അതുപോലെ കേസുകളിൽ പിടിക്കപ്പെട്ട വാഹനങ്ങളും വിൽപ്പന നടത്തിയാൽ എന്താണ് അതിന് അങ്ങനെ ഡൂയിങ് സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് കുഡ് ജനറേറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ക്രോർസ് ഇൻ റവന്യൂ വരുമാനമായിട്ട് എന്താണ് കോടികൾ ഉണ്ടാക്കാൻ സാധിക്കും. ദ നമ്പർ ഓഫ് സ്ക്രാപ്പ് വെഹിക്കിൾസ് നമ്പർ ഓഫ് എന്നാൽ ഇവിടെ അനേകം എന്നുള്ള അർത്ഥമാണ്. അനേകം എന്താണ് സ്ക്രാപ്പ് വെഹിക്കിൾസ് ഉപയോഗശൂന്യമായിട്ടുള്ള വാഹനങ്ങൾ ഇൻ ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് ഉപയോഗശൂന്യമായിട്ടുള്ള അനേകം വാഹനങ്ങൾ ഇൻക്രീസ്ഡ് വർദ്ധിച്ചു. ആഫ്റ്റർ എന്നാൽ ശേഷം അതിനെ തുടർന്ന് എന്നൊക്കെയാണ് അർത്ഥം. എ ലോ വാസ് പാസ്ഡ് എന്താണ് ഒരു നിയമം പാസ്സാക്കി. എന്താണ് ആ നിയമം? പ്രിവെൻറ്റിംഗ് വെഹിക്കിൾസ് വാഹനങ്ങൾ തടയുക ഓൾഡർ ദാൻ 15 years 15 എന്താണ് വർഷങ്ങളിലും കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ എന്താണ് തടയുക എന്നുള്ള ഒരു നിയമം പാസ്സാക്കി. ഫ്രം ബീയിങ് ഓൺ ദ റോഡ് അതായത് റോഡിൽ ആ വാഹനങ്ങൾ എന്താണ് 15 വർഷത്തിനും മുകളിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നത് എന്താണ് അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു നിയമം പാസ്സാക്കി. അതിനെ തുടർന്ന് എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് എന്താണ് സ്ക്രാപ്പ് വെഹിക്കിൾസ് ഉപയോഗശൂന്യമായിട്ടുള്ള വാഹനങ്ങൾ വർദ്ധിച്ചു. ഇൻ ദ ലാസ്റ്റ് 6 months അലോൺ എന്നാൽ മാത്രമായി എന്നുള്ള അർത്ഥമാണ്. ഇൻ ദ ലാസ്റ്റ് 6 months അലോൺ കഴിഞ്ഞ എന്താണ് 6 മാസങ്ങളിൽ മാത്രമായിട്ട് എന്താണ് ദർ ആർ അബൌട്ട് 1000 such vehicles എന്താണ് ആയിരത്തോളം അതുപോലത്തെ വാഹനങ്ങൾ ഉണ്ട് കഴിഞ്ഞ 6 മാസങ്ങളിലുള്ളിൽ മാത്രമായിട്ട്. ദ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് അസൈൻ എന്നാൽ ഇവിടെ ഏൽപ്പിക്കുക സജ്ജീകരിക്കുക ഇതൊക്കെയാണ് അർത്ഥം. ദ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് അസൈൻഡ് എന്താണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചുമത്തപ്പെട്ടിട്ടുണ്ട് പോലീസ് ഒഫീഷ്യൽസ് പോലീസ് ഉദ്യോഗസ്ഥരെ ഫ്രം ദ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടു ക്യാരി ഔട്ട് എന്നാൽ നടപ്പിലാക്കുക ദ വാല്യുവേഷൻ ഓഫ് ദീസ് വെഹിക്കിൾസ് ഈ വാഹനങ്ങളുടെ വാല്യുവേഷൻ എന്നാൽ നിർണ്ണയിക്കുക വാല്യൂ ക്യാരി ഔട്ട് ദ വാല്യുവേഷൻ ഓഫ് ദീസ് വെഹിക്കിൾസ് വാഹനങ്ങളുടെ വില നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൂല്യം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ചുമത്തപ്പെട്ടിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെയും. വൺസ് ദ വാല്യൂ ഈസ് ഡിറ്റർമിൻ എന്നാൽ ഇവിടെ അർത്ഥം നിർണ്ണയിക്കുക എന്നുള്ള അർത്ഥമാണ്. തീരുമാനിക്കുക ക്ലിപ്തപ്പെടുത്തുക. വൺസ് ദ വാല്യൂ ഈസ് ഡിറ്റർമിൻഡ്
എന്താണ് ഒരിക്കൽ ഇതിൻ്റെ മൂല്യം നിർണയിച്ചാൽ ദ വെഹിക്കിൾസ് വിൽ ബി പുട്ടപ്പ് എന്നാൽ ഇവിടെ സജ്ജീകരിക്കുക, നീക്കി വയ്ക്കുക, പ്രദർശിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ് വാഹനങ്ങൾ വിൽ ബി പുട്ടപ്പ് എന്താണ് നീക്കി വയ്ക്കും അല്ലെങ്കിൽ പ്രദർശിപ്പിക്കപ്പെടും ഫോർ ഓപ്ഷൻ എന്നാൽ ലേലത്തിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ നീക്കി വയ്ക്കും, അതിന് പ്രദർശിപ്പിക്കപ്പെടും. റീസെൻ്റ്ലി അടുത്ത കാലത്ത് വിജിലൻസ് ഡിവൈസ് എന്നാൽ ഇവിടെ പദ്ധതിയിടുക എന്നുള്ള അർത്ഥമാണ്. കണ്ടുപിടിക്കുക, ആസൂത്രണം ചെയ്യുക, പര്യാലോചിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വിജിലൻസ് ഡിവൈസ്ഡ് എ പ്ലാൻ എന്താണ് ഒരു പദ്ധതി വിജിലൻസ് ആസൂത്രണം ചെയ്തു. എന്തിന്? ടു ഓപ്ഷൻ ലേലം ചെയ്യാൻ വേണ്ടി. ഓപ്ഷൻ ഓഫ് എന്നാൽ അത് തന്നെയാണ്. ഓക്കെ, സെൽ ഇറ്റ് ടു ദ പേഴ്സൺ ഹു ഓഫേഴ്സ് ദ മോസ്റ്റ് മണി ഫോർ ഇറ്റ്. എന്താണ് ഒരു വസ്തുവിന് വേണ്ടിയിട്ട് കൂടുതൽ പണം നൽകുന്ന വ്യക്തിക്ക് വസ്തു വിൽപ്പന നടത്തുക, അതാണ് ഓപ്ഷൻ ഓഫ്. എന്താണ് വിജിലൻസ് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. എന്താണ് ഓപ്ഷൻ ഓഫ് യൂസ്ഡ് വെഹിക്കിൾസ്. ഇവിടെ യൂസ്ഡ് എന്നതിനർത്ഥം ഉപയോഗിച്ചു പഴകിയ എന്നുള്ള അർത്ഥമാണ്. ഉപയോഗിച്ച് പഴകിയ വാഹനങ്ങൾ, യൂസ്ഡ് വെഹിക്കിൾസ്. അത്തരത്തിലുള്ള വാഹനങ്ങൾ എന്താണ് ലേലം നടത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് ഒരു പദ്ധതി തയ്യാറാക്കി. പക്ഷേ ദർ വാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് എന്നാൽ ഇവിടെ താല്പര്യം എന്നുള്ള അർത്ഥമാണ്, അഭിരുചി. പക്ഷേ എന്താണ് വളരെ ചെറിയ രൂപത്തിലുള്ള എന്താണ് താല്പര്യം മാത്രമേ അതിനുള്ളൂ. അങ്ങനെയാണ് അതിന് കൂടുതൽ ഡിമാൻഡ് ആ വാഹനത്തിന് ഇല്ല, കൂടുതൽ പ്രിയം ഇല്ല. ഡ്യൂ ടു എന്നാൽ കാരണത്താൽ ദ ലിമിറ്റഡ് മാർക്കറ്റ് ഫോർ സ്ക്രാപ്പ് വെഹിക്കിൾസ്. ഉപയോഗശൂന്യമായിട്ടുള്ള വാഹനങ്ങൾക്ക് എന്താണ് മൂല്യം കുറവാണ്, അതിന് ഡിമാൻഡ് കുറവാണ്. അത് കാരണം എന്താണ് വളരെ ചെറിയ താല്പര്യം മാത്രമേ അത്തരം വാഹനങ്ങളോട് ഉള്ളൂ. അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിക്കാൻ ആളുകൾ കുറവാണ് എന്ന് അർത്ഥം.